സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സർ, സ്വാഗതം. സർ, പാക് അധീന കാശ്മീരിൽ അവിടെ ഈ കാശ്മീരിലുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഈ പാകിസ്ഥാൻ ഒന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. സർ, ഈ പാക് അധീന കാശ്മീർ ഇനി ഒരു സ്വതന്ത്ര രാഷ്ട്രം പോലായി തീരുമോ, അതോ ഇന്ത്യക്കൊപ്പം ചേരാനുള്ള സാധ്യതയുണ്ടോ? സർ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? എന്തായിരിക്കും അതിൻ്റെ ഒരു പരിണിത ഫലം പാക് അധീന കാശ്മീരിൽ? എന്തായാലും ഒരു കാര്യത്തില് വളരെ വ്യക്തമാണ്. ഇന്നിപ്പോ പാകിസ്ഥാന്റെ മുമ്പില് അവര് ലോക സമാധാനത്തിനായിട്ട് പാവങ്ങള് അവിടുത്തെ പട്ടാള മേധാവിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ ഇങ്ങനെ ഇറാനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് പാക് അധീന കാശ്മീരിൽ കഴിഞ്ഞ ഇന്നലെ ഏതാണ്ട് വെടിവെപ്പില് 35-ലേറെ 40ഓളം പേർ മരിച്ചു എന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ 8-10ഓളം മിലിറ്ററി ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും മിലിറ്ററി ഉദ്യോഗസ്ഥർ ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച വിഷ്വൽസ് ഒക്കെ നമുക്ക് ഇപ്പം ലഭ്യമാകും. അപ്പൊ ഇത് അവിടെ ഈ അശാന്തി അവിടെ ഉരുണ്ടുകൂടി തുടങ്ങിയിട്ട് ഇന്നേ തുടങ്ങിയതല്ല. ഏതാണ്ട് വർഷങ്ങളായിട്ട് ഇത് വളരെ ശക്തമായിട്ട് അവഗണിക്കപ്പെടുന്നതിൽ, അതായത് അവർക്ക് താങ്ങാനാവാത്ത വിധമുള്ള വൈദ്യുതി ചാർജ്, അതോടൊപ്പം തന്നെ അതിസമ്പന്നമായ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ POK എന്ന് പറയുന്നത്, പാക് അധീന കാശ്മീർ, അതേപോലെ തന്നെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ. അപ്പോ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഈ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഗംഭീര വിഭവങ്ങളാണ്. ഇപ്പൊ ഈ സത്ലജും സിന്ധു നദിയൊക്കെ ഉദ്ഭവിക്കുന്നത് അവിടെ നിന്നുള്ള ഗ്ലേസിയറിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അതുപോലെ വമ്പൻ 2 ജലവൈദ്യുത പദ്ധതികളുണ്ട് അവിടെ. ഈ ഇത്രയും വലിയ വൈദ്യുതി അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് പോലും ഈ POKയിലെ ജനങ്ങൾക്ക്, പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് അവർക്ക് താങ്ങാനാവാത്ത വൈദ്യുതി നിരക്ക് കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ്, ഒരു തൊഴിലുമില്ല. ഒരു ഈ പറഞ്ഞതുപോലെ വ്യവസായങ്ങളോ അതല്ലെങ്കിൽ ഈ സ്വയം സംരംഭം നടത്താനുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ വിഭവങ്ങളെല്ലാം ഈ പാകിസ്ഥാൻ സർക്കാർ, പഞ്ചാബിലുള്ളവരാണല്ലോ ഈ പാകിസ്ഥാനിലെ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവര് മുഴുവൻ കൊള്ളയടിക്കുന്നു എന്നുള്ള ധാരണയും ഇവർക്കുണ്ട്. ഈ പറഞ്ഞ ഇത് മാത്രമല്ല, പിന്നെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ജലം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു നിധി എന്ന് പറയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഈ ജലസമ്പത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ലോകപ്രശസ്തമായ രത്നങ്ങളുടെ ശേഖരമുള്ള സ്ഥലമാണ്. ഈ റൂബിയുടെയൊക്കെ ഏറ്റവും വലിയ ശേഖരമുള്ള സ്ഥലമാണ് ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ എന്നൊക്കെ പറയുന്നത്. അതേപോലെ മറ്റ് ഈ ധാതു ലവണങ്ങൾ ഇതെല്ലാം ധാരാളമുള്ള ഒരു പ്രദേശമാണ് ഈ POKയും ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാനും ഒക്കെ. അപ്പൊ ഇതെല്ലാം എവിടെ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ട് പോവുകയും ഈ പുതിയ യുവാക്കൾക്കും തലമുറയ്ക്കും ഒന്നും അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയും വരുന്നു. അവിടേക്കുള്ള പലരും ജീവിക്കുന്നത് അവിടെ നിന്ന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവരയക്കുന്ന പണം കൊണ്ടാണ് പല കുടുംബങ്ങളും അവിടെ ജീവിക്കുന്നത് പോലും. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ നാളുകളായിട്ട് അവിടെ ഈ അശാന്തി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിനെതിരെ ഇപ്പം വളരെ ശക്തമായിട്ട് അവര് ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും വെടിവെപ്പ് നടത്തുകയും ഒക്കെ ചെയ്യും. അത് ചിലപ്പോൾ അത് പിന്നെ കുറച്ചാളത്തേക്ക് കെട്ടടങ്ങും, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ ഇപ്രാവശ്യം എന്നാൽ ഈ അവിടെ ഉണ്ടായിരിക്കുന്ന പാകിസ്ഥാനിലുള്ള തന്നെ മനുഷ്യാവകാശ സംഘടനകളൊക്കെ അതിശക്തമായിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ ജൂൺ 7-ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി അവതരിപ്പിക്കുകയും ലോകശ്രദ്ധ ആകർഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലോകത്തുള്ള മറ്റ് ഇതേപോലുള്ള ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകളൊക്കെ ഇപ്പം അവിടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം
ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള നരഹത്യക്കെതിരെ അതിശക്തമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ POK എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ജമ്മു കാശ്മീർ അസംബ്ലിയിൽ ആ ഭാഗത്തേക്കുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാര്യം ആ ഭാഗം നമ്മളെ ഇന്ത്യയോട് ചേരുമ്പോഴേക്കും അവിടെ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഉള്ള സീറ്റ് എന്ന സങ്കല്പത്തിലാണ് നമ്മുടെ ജമ്മു കാശ്മീർ അസംബ്ലിയിൽ അത്രയും സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ജനങ്ങളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത്, പാകിസ്ഥാൻ സർക്കാർ കൊന്നൊടുക്കുന്നത് നമ്മളുടെ ജനതയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഇന്ത്യ ഈ രീതിയിൽ അതിശക്തമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇതിനെതിരെ എല്ലാം ഇപ്പം പാകിസ്ഥാൻ നടത്തുന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ പ്രശ്നമാണ്, അഫ്ഗാനിസ്ഥാൻ നടത്തുന്ന പ്രശ്നമാണ്, അഫ്ഗാനിസ്ഥാനികളാണ് ഇതിനെല്ലാം ഇപ്പം നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്, അതേപോലെ ഇന്ത്യയാണ് ഇതിന് ബാക്കിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ ലയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനിൽ ഈ POKയിൽ ഇപ്പൊ രണ്ട് രീതിയിലുള്ള ഒരു സമീപനം നടക്കുന്നത്. ഒരു വിഭാഗം സമ്പൂർണമായ ഒരു സ്വാതന്ത്ര്യം വേണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങൾ, വിശേഷം ഈ POKയുടെ സമീപത്ത് ഈ സമീപ കാലഘട്ടത്തിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ ലഡാക്കിലാണെങ്കിലും ശ്രീനഗറിലാണെങ്കിലും വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഈ POKയിലുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ പറയുന്നതൊക്കെയല്ലേ, POKയിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും അവിടെ നിന്നുള്ള കുങ്കുമവും മറ്റുമൊക്കെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വിട്ടിട്ടാണ് അവർ പോയി ഉപജീവനം നടത്തുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അതിർത്തി അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കാശ്മീരിൽ വന്നിട്ടൊക്കെയാണ് പല സാധനങ്ങൾ വിറ്റിട്ട് അതിന്റെ പണം കൊണ്ടുപോവുകയും ഉപജീവനം നടത്തുകയൊക്കെ ചെയ്യുന്നത്, സാധനങ്ങൾ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത്. അപ്പോ പറഞ്ഞു വന്നത് ആ ഒരു രണ്ട് ധാരകൾ ഇപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇന്ത്യയോടൊപ്പം ചേരണം, ഇന്ത്യയിലെ മാറ്റങ്ങളും വികസനങ്ങളും ജമ്മു കാശ്മീരിലെ ജനജീവിതത്തിന്റെ മാറ്റമൊക്കെ കാണുന്ന സമയത്ത് ഒരു നല്ല ശതമാനം ആൾക്കാർ ഇന്ത്യയോട് ചേരണം എന്നൊരു സമീപനമാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു വിഭാഗം സമ്പൂർണമായ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും POK ഒക്കെ അങ്ങനെ ഒരു സമ്പൂർണ്ണ രാഷ്ട്രമായി മാറണമെന്ന് ആവശ്യമുയർത്തുന്ന ഒരു വിഭാഗം ശക്തമായിട്ടുണ്ട്. രണ്ടായാലും ഒരു കാര്യമാണ്, തങ്ങൾക്കിനി പാകിസ്ഥാൻ ഗവൺമെന്റ് വേണ്ട എന്നുള്ള ഒരു വലിയൊരു പ്രഖ്യാപനത്തിലേക്ക്. കാരണം ഇന്നലത്തെ വെടിവെപ്പിന് ശേഷം ജനങ്ങൾ പിരിഞ്ഞു പോകുമെന്നായിരുന്നു പാകിസ്ഥാൻ സർക്കാരും സേനയും കരുതിയത്. പക്ഷെ അതിനുശേഷം വീണ്ടും അതിശക്തമായിട്ട് യുവാക്കളും യുവതികളും ഉൾപ്പെടെയുള്ള ഈ പ്രതിഷേധക്കാര് ഇറങ്ങി വരികയും ഈ സേനയെ ഓടിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിലവിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയും അധികം ആൾക്കാരെ ഈ മിലിറ്ററി ഉപയോഗിച്ചിട്ട് കൊന്നൊടുക്കിയിട്ടും ഇപ്പോഴും പാകിസ്ഥാന് POKയെ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത് മാത്രമാണോ പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നം? അതുമല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഖൈബർ പക്തൂൺഖ്വയിൽ ഏതാണ്ട് 8ഓളം മിലിറ്ററി ഉദ്യോഗസ്ഥരെ അവിടെ നടന്ന ഈ TTKയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ അവിടെ ഈ ഖൈബർ പക്തൂൺഖ്വയിലും പാകിസ്ഥാൻ സർക്കാർ അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളം ഒരു ശത്രു രാജ്യത്തെ നേരിടുന്നത് പോലെയാണ് അവിടെ TTK നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തെഹ്റഖാൻ പാകിസ്ഥാൻ എന്നുള്ളത്, താരിഖ് പാകിസ്ഥാൻ എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവർക്കുള്ള സഹായമൊക്കെ കിട്ടുന്നുണ്ടാകാം. പക്ഷെ അത് ഈ പെഷവാറിലാണ്. ഈ പെഷവാറിൽ കഴിഞ്ഞ ദിവസമാണ് 8 പേരെ കൊന്നത്. ഇപ്പൊ ഇന്നലെ ഈ POKയിൽ നടന്ന ഈ റവാലത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ 35-ലേറെ 40ഓളം പേര് കൊല്ലപ്പെട്ടത്. അതുപോലെ 200ഓളം പേർക്ക് ഗുരുതരമായ രീതിയിൽ ഈ വെടിവെപ്പിൽ മുറിവേറ്റിട്ടുണ്ട്. എവിടെ? ഈ POKയിൽ. അത് കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിലേക്ക് പോയാലോ? ബലൂചിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് അവര് ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു എന്നുവരെയുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ മിലിറ്ററിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ശത്രു രാജ്യത്ത് നേരിടുന്നത് പോലെയാണ് ആ ബലൂചിസ്ഥാനിലും ഈ BLAക്കെതിരെ ബലൂച്ച് ലിബറേഷൻ ആർമി അവർക്കെതിരെയുള്ള യുദ്ധം തന്നെയാണ് മിലിറ്ററി ബലൂചിസ്ഥാനിൽ നടക്കുന്നത്. ഈ ബലൂചിസ്ഥാനിലുള്ള പിന്നെ മണ്ണെടുത്തുകൊണ്ട് പോയിട്ടാണ് പിന്നെ ആസിഫ് മുനീറും അതുപോലെ ഷഹബാസ് ഷെരീഫും കൂടെ ട്രംപിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള ഈ മിനറൽസ് റെയർ സംഗതി ഇവിടെ ഉണ്ടെന്ന് പറയുകയും അമേരിക്കയുമായിട്ട് അവിടെ നിന്നുള്ള ഖനനത്തിനുള്ള ഒരു ധാരണ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ബലൂചിസ്ഥാനിലൂടെയാണ്
ഈ അവിടെ ചൈന അതിഗംഭീരമായിട്ടുള്ള ഒരു എന്താണ് ഈ വിമാനത്താവളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഖത്താർ പിന്നെ ഒരു തുറമുഖം ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും വെറുതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവാക്കിയിട്ടാണ് ഈ കോറിഡോർ പണി നടത്തിക്കൊണ്ടിരുന്നത്, ഈ ചൈന പാകിസ്ഥാൻ കോറിഡോർ. അതിന്റെ പണിയും ഇപ്പം പിന്നെ പാതി വഴിക്ക് നിർത്തിവെച്ചിട്ട അവസ്ഥയിലാണ്. ആ സമയത്താണ് പാകിസ്ഥാൻ ഈ അമേരിക്കയെ വിളിച്ചോണ്ട് വരുന്നത് അഫ്ഗാനിലേക്ക്. അതോടുകൂടി ചൈനയ്ക്കും പാകിസ്ഥാനോടുള്ള ആ സമീപനത്തിൽ മാറ്റം വന്നു. ഇങ്ങനെ ആഭ്യന്തരമായിട്ട് തകർന്നടിഞ്ഞ് സാമ്പത്തിക അവസ്ഥയും തകർന്നടിഞ്ഞ് അവസ്ഥയിലാണ് സ്വന്തം ജനതകളോട് യുദ്ധം ചെയ്തുകൊണ്ട് എന്നാൽ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ഇപ്പോഴും നോക്കാൻ തയ്യാറാകുന്ന പാകിസ്ഥാൻ നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇനി അവിടെ സിന്ധിലേക്ക് പോയാൽ അവിടെയും ഇതേ പ്രശ്നം തന്നെയാണ് വരുന്നത്. ഇവരെല്ലാവരും ആരോപിക്കുന്നത് ഈ സകല വിഭവങ്ങളും പഞ്ചാബിലുള്ള കുറെ ആൾക്കാർ, ഇപ്പൊ ഷെരീഫ് ആണെങ്കിലും ആസിഫ് മുനീർ ആണെങ്കിലും അവിടുത്തെ ഉള്ള റിച്ച് ക്ലാസ് എന്ന് പറയുന്നത് ഭരണവർഗം മുഴുവൻ പഞ്ചാബികളാണ്. അപ്പൊ പഞ്ചാബിന്റെ താല്പര്യത്തിന് വേണ്ടി പാകിസ്ഥാൻ ഈ ഏതാനും വ്യക്തികൾക്ക് വേണ്ടി, ഇപ്പൊ ഈ മുനീറിന്റെ ആണെങ്കിലും ഷഹബാസ് ഷെരീഫിന്റെ ആണെങ്കിലും അതേപോലുള്ള ഈ അവിടുത്തെ ഈ ഭരണത്തെ പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന എല്ലാവരുടെയും തന്നെ ഈ പാകിസ്ഥാനിൽ നിന്ന് അടിച്ചു മാറ്റുന്ന സമ്പത്തും എല്ലാം കൊണ്ട് വിദേശ രാജ്യങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ അവര് ഏത് സമയം എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പാകിസ്ഥാനിൽ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ നാടുവിടും. അപ്പൊ ആ രീതിയിൽ ഒരു തകർന്ന ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഈ തകർന്ന പശ്ചാത്തലത്തിലാണ് POKയിലും ഈ വിഷയം ഇപ്പോ സംഭവിച്ചിരിക്കുന്നത്. അത് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് ഇപ്പൊ എന്തായാലും അന്താരാഷ്ട്ര സമൂഹങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഇതിനകത്തൊരു പ്രകടമായ പ്രത്യക്ഷമായ രീതിയിൽ ആ വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും ഒരു പുതിയ സംഭവമാണ്. ഇത് അവിടുത്തെ ഓരോ നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗമാണ് POK എന്നുള്ള സമീപനത്തിൽ തന്നെയാണ് POK ഇന്ത്യ കാണുന്നത്. അപ്പൊ അതെല്ലാം എങ്ങനെയാണ് അവിടുത്തെ പ്രക്ഷോഭവും അതോടൊപ്പം പാകിസ്ഥാന്റെ സമീപനവും അന്താരാഷ്ട്ര സമൂഹവും ഒക്കെ ഇതിനെ വീക്ഷിക്കുന്നതെന്നും അവിടെ ഈ പ്രക്ഷോഭം ഇത്രയും പേര് മരിച്ചിട്ടും പരിക്കേറ്റിട്ടും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതും ഇത് ഇതുവരെ ഉണ്ടായതുപോലെയുള്ള ഒരു സംഭവ വികാസമല്ല, അത് മറ്റു പലതിലേക്കും നയിക്കപ്പെടാം എന്നുള്ള സൂചനയാണ് ഇപ്പൊ നമുക്ക് ഈ POKയിൽ നിന്നും മറ്റും ലഭ്യമാകും. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. ഡെവലപ്മെന്റ്സ് വരികയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ്സ് വരുന്നതനുസരിച്ച് നമുക്ക് തുടർന്നും ഇരിക്കാം. തീർച്ചയായും. നന്ദി. താങ്ക്സ് സാർ. താങ്ക് യു.